AI പവേർഡ് MERN സ്റ്റാക്കും നോർമൽ MERN സ്റ്റാക്കും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണ്? AI പവേർഡ് MERN സ്റ്റാക്സും നോർമൽ MERN സ്റ്റാക്സും നോക്കുന്നതിന് മുമ്പ് നമ്മൾ MERN സ്റ്റാക്സ് എന്താണെന്ന് ആദ്യം അറിയണം. MERN സ്റ്റാക്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഡെവലപ്മെൻറ്റ് മെത്തേഡാണ്. ഇത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ഡെവലപ്പേഴ്സ് ഉപയോഗിക്കുന്ന കുറച്ച് ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ഒരു കോമ്പിനേഷനാണ് ശരിക്കും MERN സ്റ്റാക്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. അതായത് MongoDB, Express.js, React, Node.js ഈ 4 ലാംഗ്വേജ് അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയാണ് അല്ലെങ്കിൽ മെത്തേഡിനെയാണ് നമ്മൾ നോർമലി ആയിട്ട് പറയുന്നത് MERN സ്റ്റാക്സ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. ഇതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കാണണം AI പവേർഡ് MERN സ്റ്റാക്സിനെ. അതായത് ഇതിൻ്റെയൊക്കെ കൂടെ കുറച്ച് AI ടൂൾസും കൂടി, അതായത് ഏകദേശം 8-10ഓളം ടൂൾസുകൾ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഈ നമ്മളെ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതിനെ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഈ AI ടൂൾസുകൾ. ലൈക്ക് ഗിറ്റബിൻ്റെ കോപൈലറ്റ്, അതുപോലെ പോസ്റ്റ്മാൻ AI, അതുപോലെ കോഡിയം, ഇതുപോലെ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ ഇങ്ങനെ ഓരോ ടൂൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ടൂൾസ് കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഈ AI ടൂൾസ് കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ നോർമൽ വെബ് ആപ്ലിക്കേഷൻ, അതായത് നോർമൽ MERN സ്റ്റാക്സ് ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന ടൈം ഒരുപാട് കുറഞ്ഞു കിട്ടും. പിന്നെ നമ്മളെ കോഡിൻ്റെ ക്വാളിറ്റി കൂടും. അതുപോലെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഈ ഓരോ ടൂൾസിനുണ്ട്. അപ്പോൾ ആ അഡ്വാൻറ്റേജ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ പോസ്റ്റ്മാൻ AI ആണെങ്കിൽ നമുക്ക് ഈ API ക്രിയേറ്റ് ചെയ്യേണ്ടതിൻ്റെ ടെസ്റ്റ് കേസ് എഴുതാൻ പറ്റും. പിന്നെ APIയുടെ ഒരുപാട് അഡ്വാൻറ്റേജ് അതിൽ വരുന്നുണ്ട്. ദിനം പ്രതി അവർ അപ്ഡേറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ യൂസേജ് ഒക്കെ നമ്മൾ ഡെവലപ്പേഴ്സിന് ശരിക്കും ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് നോർമൽ MERN സ്റ്റാക്സ് ആണ് ഇപ്പോൾ നോർമൽ ഒരു 4-5 വർഷമായിട്ട് ആൾക്കാർ പഠിച്ചിരുന്നത്. ഇനി AI പഠിക്കണം എന്ന് പറയാൻ കാരണം ഈ നോർമൽ പഠിച്ചതിന് ശേഷം ഈ ടൂൾസും കൂടി നമ്മൾ പഠിച്ചെടുക്കണം. ഈ ടൂൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്ഷൻ ഡബിൾ ആവും, അല്ലെങ്കിൽ 10x എന്നൊക്കെയാണ് ചില വ്ളോഗുകളൊക്കെ പറയുന്നത്. 10x നമ്മളെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ കോഡ് ക്വാളിറ്റി അത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നോർമൽ ഒരു വെബ് ഡെവലപ്പറെ വെച്ച് നോക്കുമ്പോൾ അവനെക്കാട്ടിലും എന്തുകൊണ്ടും ഇത് പഠിച്ച ആൾക്കാർക്ക് ഇൻ്റർവ്യൂവിനാണെങ്കിലും ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ ഒരു മുൻതൂക്കം കിട്ടുക. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ AI പവേർഡ് MERN സ്റ്റാക്സ് ചൂസ് ചെയ്യുന്നതും പഠിക്കുന്നതും. അത് ത്രൂ നമ്മളൊരു AI പവേർഡ് ആയിട്ടുള്ള ഒരു ശരിക്കും നല്ലൊരു കരിയർ അവർക്ക് ലഭിക്കുന്നതും.